ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഒരടുപ്പത്ത് നമ്മൾ ചോറ് ഉണ്ടാക്കുന്നുണ്ട്. ചായക്കുള്ള വെള്ളം കെറ്റിലിൽ വെച്ച് കൊടുക്കുകയാണ്. കുഞ്ഞുമോൾക്ക് വയ്യാത്തതുകൊണ്ട് അവളെന്നെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നില്ല. അവൾക്ക് റവപ്പുമാവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഞ്ഞിയാവും കുടിക്കുക. അതുകൊണ്ട് ചോറൊക്കെ നേരത്തെ വെച്ചു. അപ്പം നമ്മുടെ ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഉപ്പുമാവിന്റെ കൂടെ കഴിക്കാൻ അപ്പോൾ പഴം എടുക്കുന്നുണ്ട്. ചായ കുടിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ ഓഫീസിലേക്ക് പോവുകയാണ്. നമ്മൾ പുതിയ ക്രാഫ്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. വയനാടൊക്കെ പോയി വന്നതിന് ശേഷം ജലദോഷമൊക്കെ പിടിച്ചു. ഇനി അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ ലഞ്ചിന് നമ്മൾ കൈപ്പയ്ക്കപ്പേരിയാണ് വെക്കുന്നത്. അതൊക്കെ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ച് അത് എടുത്തിട്ടുണ്ട്. മീനാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പൊ അതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് വെച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് അലൂമിനിയം ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്കാണ് നമ്മുടെ ചാനലിൽ ലാസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ക്യാപ്ഷന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. നമ്മൾ കൊക്കനട്ട് വേസ്റ്റ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിരുന്നു ഇത്. പ്ലം കേക്കിന്റെ ബോക്സിലാണ് നമ്മൾ ഈ പൂക്കളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളത് പകുതി വേവായപ്പോൾ അതിനകത്തേക്ക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പപ്പടം കാച്ചിയെടുക്കാനും കൂടെ ഉണ്ട്. അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അകമൊക്കെ അടിച്ചു വാരിയിടാനുണ്ട്. ഏട്ടൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാറാണ്. അപ്പൊ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകമൊക്കെ അടിച്ചു വാരിയിട്ടതിന് ശേഷമാണ് പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ.